ഹായ്, വെൽക്കം ടു അമ്മൂസ് എമ്മി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ മഷ്റൂം റോസ്റ്റ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 1 കപ്പ് മഷ്റൂം, ഒരു വലിയ സവാള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക. ഇത് നമ്മൾ ചതച്ചെടുക്കണം. പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ചേർക്കുമ്പോൾ ഞാൻ അളവ് പറയാം. മല്ലിച്ചെപ്പ് അരിഞ്ഞത്, കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് മഷ്റൂം റോസ്റ്റ് റെഡിയാക്കാൻ നോക്കാം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളി ചേർക്കാം. ഈ ഉള്ളി നമുക്കൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ഉള്ളിലോട്ട് കുറച്ച് കറിവേപ്പിലും ചേർത്താം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, ഒരു ഏലക്കയും, ഒരു കരയാമ്പും, പട്ടയും ചതച്ചെടുത്താണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ റോസ്മെല്ല് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലേക്ക് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളകാണ്, അത് ഞാൻ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ സ്മെല്ലൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. ഇപ്പോൾ ഈ പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ മഷ്റൂമിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് വെള്ളം വരും. അപ്പോൾ ആ വെള്ളത്തിൽ കടന്നിട്ട് വേണം ഇത് വേവാനായിട്ട്. എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ നമ്മളിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ മഷ്റൂം ഞാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുണ്ടോ, ഇതിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വെക്കണം. മഷ്റൂമൊക്കെ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി ഞാൻ അത് വെച്ചിട്ട് അതിനിടയിലൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. നമ്മൾ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും ചേർക്കാം. കറിവേപ്പില നമുക്കൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമ്മി കിച്ചൻ.